നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. യുക്മ ദേശീയ കായികമേള ഇന്ന്. UK-യിലെ മലയാളികളുടെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ദേശീയ കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. UK-യുടെ വിവിധ റീജിയനുകളിൽ നിന്നും വിജയിച്ച ഏകദേശം 700ഓളം കായിക താരങ്ങൾ മത്സരത്തിനെത്തുന്ന യുക്മ ദേശീയ കായികമേളയ്ക്ക് വലിയ ആവേശത്തോടെയാണ് കായിക പ്രേമികൾ ഇന്ന് സൺകോൾ ഫീൽഡിലേക്ക് എത്തിച്ചേരുന്നത്. രാവിലെ 9 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും കൃത്യം 10 മണിക്ക് തന്നെ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുമെന്നും യുക്മ ദേശീയ ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് പെൻപിന്റർ പുരസ്കാരം. ഇംഗ്ലീഷ് പെൻ അധ്യക്ഷ റൂത്ത് ബോർത്ത്വിക് ആണ് അരുന്ധതി റോയിയെ പുരസ്കാര ജേതാവായി പ്രഖ്യാപിച്ചത്. പെൻ ഇംഗ്ലീഷിന്റെ പത്രക്കുറിപ്പിലൂടെ പങ്കിട്ട ഒരു പ്രസ്താവനയിൽ അചഞ്ചലമായ ധീരത, ആടിയുലയാത്ത നിലപാടുകൾ തുടങ്ങിയ മനോഹരമായ വാക്കുകൾ ഉദ്ധരിച്ചാണ് അധികൃതർ അരുന്ധതി റോയിയുടെ രചനകളെ വിശേഷിപ്പിച്ചത്. അന്തരിച്ച നാടകകൃത്ത് ഹറോൾഡ് പിന്റോറിനോടുള്ള ആദരവായി 2009-ലാണ് ഇംഗ്ലീഷ് പെൻ ആരംഭിച്ചത്. ഇംഗ്ലീഷ് പെൻ ചെയർ റൂത്ത് ബോർത്ത്വിക്, നടൻ ഖാലിദ് അബ്ദുള്ള, എഴുത്തുകാരൻ റോജർ റോബിൻസൺ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. 1997-ൽ ബുക്കർ പുരസ്കാരം നേടി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നോവലിലൂടെയാണ് അരുന്ധതി റോയ് രാജ്യാന്തര പ്രശസ്തി നേടിയത്. പിന്നീട് രാഷ്ട്രീയ നിലപാടുകളും എഴുത്തും ആക്ടിവിസവും അവർക്ക് അതിലേറെ ശ്രദ്ധ നേടിക്കൊടുത്തു. UK, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, കോമൺവെൽത്ത്, മുൻ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ എന്നിവർക്കാണ് പെൻപിന്റർ പുരസ്കാരം നൽകി വരുന്നത്. ഒക്ടോബർ 10-ന് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിന് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഉപഭോക്താക്കളുടെ എനർജി ബില്ലിൽ പ്രതിവർഷം £360 കുറവ് വരും. തിങ്കളാഴ്ച മുതൽ പുതിയ പ്രൈസ് ക്യാപ്പ് നിലവിൽ വരുമ്പോൾ ബ്രിട്ടീഷ് ഗ്യാസ്, EDF, ഇയോൺ, ഒക്ടോപസ് എനർജി എന്നീ കമ്പനികളുടെ ഉപഭോക്താക്കൾക്ക് വാർഷിക ബിൽ തുകയിൽ £360 കുറവ് വരും. ജൂലൈ ആദ്യം ഊർജ്ജ പ്രൈസ് ക്യാപ്പിൽ വരുന്ന കുറവ് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്കാണ് ഉപകാരപ്പെടുക. പ്രീപെയ്മെന്റ് മീറ്ററുകൾ ഉപയോഗിക്കുന്നവരുടെ £121 കുറഞ്ഞ് £1522 ആകും. പുതിയ പ്രൈസ് ക്യാപ്പ് ജൂലൈ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രാബല്യത്തിലുണ്ടാകും. എന്നാൽ ഒക്ടോബർ മുതൽ പ്രൈസ് ക്യാപ്പ് 12% വരെ വർദ്ധിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ആംഡ് ഫോഴ്സ് ഡേ ദിനത്തോടനുബന്ധിച്ച് രാജാവിന്റെ പുതിയ ഛായാചിത്രം പുറത്തിറക്കി. സൈനിക യൂണിഫോം ധരിച്ച ചാൾസ് രാജാവിന്റെ പുതിയ ഛായാചിത്രം സായുധ സേനാ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കി. വിൻസർ കാസിലിന്റെ ഗ്രാൻഡ് കോറിഡോറിൽ നിന്ന് എടുത്ത ചിത്രം മെഡലുകളും വാളും അലങ്കാരങ്ങളും ഉള്ള തന്റെ ഫീൽഡ് മാർഷലിന്റെ ആചാരപരമായ വസ്ത്രം ധരിച്ചിരിക്കുന്ന രാജാവിനെ കാണാൻ സാധിക്കും. സായുധ സേനാ ദിനം ജൂണിലെ അവസാന ശനിയാഴ്ചയാണ്. ബ്രിട്ടീഷ് ആർമിയിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫീൽഡ് മാർഷൽ. എലിസബത്ത് രാജ്ഞി ജീവിച്ചിരിക്കെ ചാൾസ് രാജാവ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. പരിക്കേറ്റ ആൻ രാജകുമാരി ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. തലയ്ക്കേറ്റ പരിക്കുകൾ മൂലം ചികിത്സയിലിരുന്ന റോയൽ രാജകുമാരി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. 73-കാരിയായ ആൻ രാജകുമാരിയെ ഗ്ലൗസസ്റ്റർഷെയർ എസ്റ്റേറ്റിൽ കുതിരയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഞായറാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൊതുജോലിയിൽ പ്രവേശിക്കുന്ന സുരക്ഷിതമാണെന്ന് ഡോക്ടർ പറയുന്നതുവരെ രാജകീയ ചുമതലകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ലണ്ടനിലെ ഗ്യാഡ്വിക് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് തടസ്സം നേരിട്ടു. വാൻകോവറിലേക്ക് പോകുന്ന ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് BA 2279 അമിതമായി ബ്രേക്കുകൾ ചൂടായ കാരണം 11:48-ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് നിർത്തിവെച്ചു. സംഭവത്തെ തുടർന്ന് 1 മണിക്കൂറോളം റൺവേ അടച്ചിട്ടതായി ലണ്ടൻ ഗ്യാഡ്വിക് വക്താവ് സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് കുറഞ്ഞത് 23 വിമാനങ്ങളെങ്കിലും റദ്ദാക്കിയതായും വക്താവ് പറഞ്ഞു. റൺവേ വീണ്ടും തുറന്ന് സാധാരണ നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. 11 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഫൈനലിൽ. T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടാനൊരുങ്ങുകയാണ്. നീണ്ട 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത്. കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യ ഫൈനലിൽ കളിക്കാനൊരുങ്ങുന്നത്. 2007-ലെ ആദ്യത്തെ T20 വേൾഡ് കപ്പ് ഫൈനലിൽ ശ്രീശാന്ത് ആയിരുന്നു പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ വിജയത്തിന്റെ മുഖ്യ സൂത്രധാരകൻ. ആ പട്ടം ഇന്നത്തെ ഫൈനലിൽ സഞ്ജു സാംസന് ലഭിക്കുമോ എന്ന് കാത്തിരുന്നറിയാം. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.